സർ അപ്പോൾ ബേസിക്കലി എന്താണ് ഈ RTR? പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ പൈലറ്റ്സിന്? RTR എന്ന് പറഞ്ഞാൽ ബേസിക്കൽ എക്സ്പാൻഷൻ, റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ്. അതിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന RTR-A എന്ന് പറയും, റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ് എയറോനോട്ടിക്കൽ. അതായത് പൈലറ്റിന് മാത്രമല്ല, അത് കവർ ചെയ്യുന്നത് പൈലറ്റ്സിനെയും എയർ ട്രാഫിക് കൺട്രോളേഴ്സിനെയും പിന്നെ ഫ്ലൈറ്റ് ഡിസ്പാച്ചേഴ്സ്, ചില AME എഞ്ചിനീയേഴ്സിൻ്റെ, എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോർ പൈലറ്റ്, ഒരു പൈലറ്റിന് നിങ്ങൾ CPL അപ്ലൈ ചെയ്യേണ്ടി. CPL ലൈസൻസ് കിട്ടണമെന്ന് വെച്ചാൽ, ഫൈനൽ ലൈസൻസ് കിട്ടണമെന്ന് വെച്ചാൽ ഈ ലൈസൻസ് മാൻഡേറ്ററി ആണ്, RTR-A ലൈസൻസ്. അത് ബേസിക് പ്രൊസീജിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷനാണ്. ഒരു പൈലറ്റായിട്ട് നിങ്ങൾ പോകുമ്പോൾ എയർക്രാഫ്റ്റിൽ കയറി അതിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് നിങ്ങൾ യൂസ് ചെയ്യണം. ഒരു കൺട്രോളറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേറെ പൈലറ്റ്സായിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ലൈസൻസാണ് ഈ RTR. അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഫ്രേസിയോളജി എന്ന് നമ്മൾ പറയും. നമ്മൾ സംസാരിക്കുന്നത് ആ രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ. അതിനുള്ള എക്സാമാണ് ഈ RTR-A എക്സാം.